നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവസാനം ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 67% പോളിംഗ് നടന്നതായി വിവരം. വോട്ടിംഗ് സമയം കഴിഞ്ഞു. മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. വോട്ടെടുപ്പ് പൂർണ്ണമായപ്പോൾ വിജയസാധ്യത പങ്കുവച്ച് സ്ഥാനാർത്ഥികൾ. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷതയ്ക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുമെന്ന് ജോയ്സ് ജോർജ്. ഇടുക്കിയിൽ മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ്. വലിയൊരു രാഷ്ട്രീയ അനുകൂല സാഹചര്യം ഇടുക്കിയിലുള്ളതായി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചപ്പോൾ ഇടുക്കിയിൽ കള്ളവോട്ട് ആരോപണവും. ചക്കുവള്ളത്ത് കള്ളവോട്ട് ചെയ്യാനെത്തിയ CPM ബ്രാഞ്ച് സെക്രട്ടറിയെ തടഞ്ഞു. തൊടുപുഴ കരിമണ്ണൂർ സ്വദേശികളായ 2 പേരുടെ വോട്ട് മറ്റാരോ ചെയ്തതായി ആരോപണം. കുമ്പപ്പാറയിൽ ആൾമാറാട്ടം നടത്തി വോട്ട് ചെയ്യാനെത്തിയയാളെ പോളിംഗ് ഉദ്യോഗസ്ഥർ പിടികൂടി. മൂന്നാറിലെ ജനവാസ മേഖലയിൽ കടുവയിറങ്ങി. പ്രദേശവാസികൾ നൽകുന്ന വിവരം കന്നിമല ടോപ്പ് ഡിവിഷനിൽ കടുവയിറങ്ങിയതായി. വന്യമൃഗശല്യം രൂക്ഷമാകുന്നതിനൊപ്പം വഴിവിളക്കുകളുടെ അഭാവവും കാഞ്ചാർ മറ്റപ്പള്ളിക്കവല സ്വദേശികളെ ആശങ്കയിലാക്കുന്നു. വിശദമായ വാർത്തകൾ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവസാനം ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 67% പോളിംഗ് നടന്നതായി വിവരം. വോട്ടിംഗ് സമയം കഴിഞ്ഞു. മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലെയും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ കോതമംഗലം മണ്ഡലത്തിലെയും വോട്ടർമാരുൾപ്പെടെ ഇടുക്കിയിൽ അന്തിമ പട്ടിക പ്രകാരം 12,51,189 വോട്ടർമാരാണ് ഉള്ളത്. 6,15,084 പുരുഷ വോട്ടർമാരും 6,35,064 സ്ത്രീ വോട്ടർമാരും ഇതിൽ ഉൾപ്പെടുന്നു. 9 ഭിന്നലിംഗക്കാരുണ്ട്. 18-നും 19-നും ഇടയിൽ പ്രായമുള്ള 18,748 കന്നി വോട്ടർമാരും പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 12,797 പേരാണ് ഉള്ളത്. വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. കനത്ത ചൂട് അനുഭവപ്പെട്ട സാഹചര്യത്തിൽ ഉച്ചസമയങ്ങളിൽ വോട്ടർമാരുടെ നിരയിൽ വൻ കുറവും അനുഭവപ്പെട്ടു. ചെമ്മണ്ണാറിൽ വീണ്ടും വോട്ട് ചെയ്യാനെത്തിയത് UDF പ്രവർത്തകർ തടയുകയും പിന്നീട് പോളിംഗ് ഉദ്യോഗസ്ഥർ ഇവരെ തിരിച്ചയക്കുകയും ചെയ്തു. ഇവരുടെ ഭർത്താവ് നേരത്തെ ഈ പോളിംഗ് ബൂത്തിൽ തന്നെ വോട്ട് ചെയ്തതായി വിവരമുണ്ട്. ചില പോളിംഗ് ബൂത്തുകളിൽ പോളിംഗ് മെഷീനുകൾക്ക് തകരാർ സംഭവിച്ചത് വോട്ടെടുപ്പ് നീളാനും കാരണമായി. മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ ഇരട്ട വോട്ട് ആരോപണവും കള്ളവോട്ട് ആരോപണവും ഉയർന്നതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വോട്ടെടുപ്പ് അവസാനിക്കുന്ന 6 മണി കഴിഞ്ഞും മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. ഇവർക്ക് പോളിംഗ് ഉദ്യോഗസ്ഥർ ടോക്കണുകൾ നൽകി. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് മുളകുപള്ളി അങ്കണവാടിയിൽ 88-ാം നമ്പർ ബൂത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തി. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷതയ്ക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുമെന്ന് ജോയ്സ് ജോർജ് പറഞ്ഞു. ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ സമ്മതിദായകർ ഈ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷതയ്ക്ക് അനുകൂലമായി പാർലമെന്റിൽ നിലപാട് സ്വീകരിക്കാൻ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും MP എന്ന പദവിയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഇടപെടലുകൾ നടത്താൻ, അഭിപ്രായങ്ങൾ പറയാൻ, ആ പറയുന്ന അഭിപ്രായങ്ങൾ ഉറപ്പിച്ച് പറയാൻ, ഉറക്കെ പറയാൻ, അത് നിരന്തരമായി പറയാൻ എനിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇടുക്കി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കുളപ്പുറം സെന്റ് ജോർജ് LP സ്കൂൾ ബൂത്ത് നമ്പർ 80-ൽ വോട്ട് രേഖപ്പെടുത്തി. ഭാര്യയോടും കുടുംബാംഗങ്ങളോടും ഒത്താണ് ഡീൻ ബൂത്തിലെത്തിയത്. ഇടുക്കിയിൽ മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമാനമായ വിധത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾക്കും അപ്പുറത്ത് മതേതര ജനാധിപത്യ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്തിന്റെ നിലനിൽപ്പ്, നമ്മുടെ നാടിന്റെ നിലനിൽപ്പ്, ഇടുക്കിയുടെ നിലനിൽപ്പ്, സാധാരണപ്പെട്ട കൃഷിക്കാർ, തൊഴിലാളികൾ, സമസ്ത മേഖലയിലുമുള്ള ആളുകൾ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവരോട് ഓരം ചേർന്ന് നിൽക്കുന്ന ഒരു ഗവൺമെന്റിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, ഒരു ഭരണ നേതൃത്വം ഉണ്ടായി വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിധിയെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇടുക്കിയിലെ NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ തൃശൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഗുരുവിജയം LP സ്കൂൾ വടൂർക്കരയിലെ ബൂത്ത് നമ്പർ 160-ൽ വോട്ട് രേഖപ്പെടുത്തി. വലിയൊരു രാഷ്ട്രീയ അനുകൂല സാഹചര്യം ഇടുക്കിയിലുള്ളതായി സംഗീത വിശ്വനാഥൻ പറഞ്ഞു. NDA ക്യാമ്പ് ശുഭപ്രതീക്ഷയിലാണെന്നും സ്ഥാനാർത്ഥി വ്യക്തമാക്കി. ഇടുക്കി പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് വളരെയധികം വലിയ ഒരു മണ്ഡലം തന്നെയാണ്.
പക്ഷെ അതിൻ്റെ മുക്കിലും മൂലയിലും ഒക്കെ ഓടിയെത്താനായിട്ട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം വിലയിരുത്തേണ്ടത് ഇവിടുത്തെ നല്ലവരായ വോട്ടർമാരാണ്. പക്ഷെ വലിയ നല്ലൊരു രാഷ്ട്രീയ അനുകൂല സാഹചര്യം ഇന്ന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ LDFനും UDFനും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തവരൊക്കെ മാറി ചിന്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ NDAയുടെ ക്യാമ്പുകളൊക്കെ ശുഭപ്രതീക്ഷയിലാണ്. ചക്കുവള്ളത്ത് കള്ളവോട്ട് ചെയ്യാനെത്തിയ CPM ബ്രാഞ്ച് സെക്രട്ടറിയെ തടഞ്ഞു. 6 മൈൽ സ്വദേശി ബിജുവിനെയാണ് UDF ബൂത്ത് ഏജന്റുമാർ പിടികൂടിയത്. തൊടുപുഴ കരിമണ്ണൂർ ഹോളി ഫാമിലി LP സ്കൂളിലെ 2 ബൂത്തുകളിൽ കള്ളവോട്ട് നടന്നുവെന്ന് പരാതി ഉയർന്നു. കരിമണ്ണൂർ സ്വദേശികളായ ജെസി ജോസ്, ഷാജു മാത്യു എന്നിവരുടെ വോട്ടാണ് മറ്റാരോ ചെയ്തത്. കുമ്പപ്പാറയിൽ ആൾമാറാട്ടം നടത്തി വോട്ട് ചെയ്യാനെത്തിയയാളെ പോളിംഗ് ഉദ്യോഗസ്ഥർ പിടികൂടി. ചക്കുവള്ളത്ത് കള്ളവോട്ട് ചെയ്യാനെത്തിയ CPM ബ്രാഞ്ച് സെക്രട്ടറിയെയാണ് ആദ്യം തടഞ്ഞത്. 6 മൈൽ സ്വദേശി ബിജുവിനെ UDF ബൂത്ത് ഏജന്റുമാർ ചേർന്ന് പിടികൂടുകയായിരുന്നു. 77-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷം 80-ാം നമ്പർ ബൂത്തിൽ ഇയാൾ വീണ്ടും എത്തിയപ്പോഴാണ് UDF പ്രവർത്തകർ തടഞ്ഞത്. പിന്നീട് ബൂത്തിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. ബിജുവിനെ കുമളി പോലീസ് പിന്നീട് സ്റ്റേഷനിലേക്ക് മാറ്റി. കുമ്പപ്പാറ ആണ്ടവൻ എസ്റ്റേറ്റിലെ പൊന്നുപാണ്ടിയാണ് സഹോദരൻ പൊന്നുരാജിയുടെ പേരിലുള്ള വോട്ട് ചെയ്യാനെത്തിയത്. കുമ്പപ്പാറ 16-ാം ബൂത്തിലായിരുന്നു സംഭവം. യഥാർത്ഥ വോട്ടർ അല്ലെന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ ആൾമാറാട്ടത്തിന് കേസെടുക്കാൻ നിർദ്ദേശം നൽകി. പൊന്നുപാണ്ടിയെ പോലീസിന് കൈമാറി. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്ത ആളാണ് പൊന്നുപാണ്ടി. തൊടുപുഴ കരിമണ്ണൂർ ഹോളി ഫാമിലി LP സ്കൂളിലെ 2 ബൂത്തുകളിൽ കള്ളവോട്ട് നടന്നുവെന്നാണ് പരാതി. 63, 66 നമ്പർ ബൂത്തുകളിലാണ് കള്ളവോട്ട് നടന്നത്. ഞാൻ ഒരു 11:30 ആയപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് ഇവിടെ ബൂത്തിൽ വന്നപ്പോൾ എൻ്റെ ID കാർഡും സ്ലിപ്പും കൊടുത്തപ്പം സാറ് ഈ ഫോട്ടോയിലേക്ക് നോക്കി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഈ വോട്ട് ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. കണ്ടോ നിങ്ങൾ നോക്കിയിട്ട് എൻ്റെ വിരലിൽ വോട്ട് ചെയ്തതിൻ്റെ പാടുണ്ടോ? ഞാൻ വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. വോട്ട് ചെയ്തു എന്ന് പിന്നെയും പറഞ്ഞു. നിങ്ങൾ ഈ ഫോട്ടോയിൽ നോക്കി ആളുടെ മുഖത്ത് നോക്കിയിട്ടല്ലേ വോട്ട് ചെയ്യിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇതുപോലെ സാമ്യം തോന്നിയെന്ന് പറഞ്ഞു വോട്ട് ചെയ്ത പുള്ളിക്കാരത്തിക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു. ഹസ്ബൻഡ് വന്നു, സംസാരിച്ചു, പറഞ്ഞു ഉച്ച കഴിയുമ്പം വോട്ട് ചെയ്യിക്കാം എന്ന് പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് വന്നു, ഇവർ എല്ലാവരുമായി ചർച്ച ചെയ്തു, സംസാരിച്ചു, ടെൻഡർ വോട്ട് ചെയ്യിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുന്നു. ഞാൻ ടെൻഡർ വോട്ട് ചെയ്താലും എനിക്കൊരു സംതൃപ്തിയില്ല. കാരണം എനിക്ക് ഒറിജിനൽ വോട്ടായിരുന്നു ചെയ്യേണ്ടത്. ഇന്ന് വരെ ഒരു വോട്ട് ഞാൻ മിസ്സാക്കിയിട്ടുമില്ല. അതുകൊണ്ട് ഇന്ന് വോട്ട് ചെയ്യാൻ വന്നപ്പം ആ വോട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു നല്ല വിഷമമുണ്ട് എനിക്ക്. കരിമണ്ണൂർ സ്വദേശികളായ ജെസി ജോസ്, ഷാജു മാത്യു എന്നിവരുടെ വോട്ടാണ് മറ്റാരോ ചെയ്തത്. സംഭവത്തിൽ UDF നേതൃത്വം പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകി. പീരുമേട് മണ്ഡലത്തിൽ CPM ലോക്കൽ സെക്രട്ടറി കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചത് ജനാധിപത്യ വിശ്വാസത്തെ അട്ടിമറിക്കുന്നതിന് തുല്യമാണെന്ന് NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥ്. ഇതിന് ജോയിസ് ജോർജാണ് ഉത്തരം പറയേണ്ടത്. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കേണ്ടവർ ജനാധിപത്യത്തെ ശിക്ഷിക്കുന്നത് നീതി അർഹിക്കുന്നതല്ലെന്നും സംഗീത വിശ്വനാഥ് കട്ടപ്പനയിൽ പറഞ്ഞു. പീരുമേട് മണ്ഡലത്തിൽ 77-ാം ബൂത്തിൽ വോട്ട് ചെയ്തതിനു ശേഷം 80-ാം ബൂത്തിൽ വീണ്ടും വോട്ട് ചെയ്യാനെത്തിയ ലോക്കൽ സെക്രട്ടറി, CPMന്റെ ഒരു ഭാരവാഹി കൂടിയായ ലോക്കൽ സെക്രട്ടറി കള്ളവോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ അറസ്റ്റ് ചെയ്തതായിട്ട് വിവരമറിഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യ വിശ്വാസത്തെ അട്ടിമറിക്കുന്നതും തീർച്ചും അപലപനീയമാണ്. നമുക്കറിയാം, ഈ ലോക്കൽ സെക്രട്ടറി തന്നെ ചെയ്യുമ്പോൾ ജോയ്സ് ജോർജ് തന്നെ അതിനൊരു ഉത്തരം പറയും. ഇത്തരത്തിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടവർ തന്നെ ജനാധിപത്യത്തെ ശിക്ഷിക്കുന്ന ഒരു രീതി ഇതൊട്ടും നീതിയല്ല, ശരിയായതല്ല. കുൽസിതമായ പ്രവർത്തനങ്ങളിലൂടെ വോട്ട് സമാഹരിക്കാൻ ഇടുക്കിയിലെ LDF നേതൃത്വം ശ്രമം നടത്തിയതായി DCC മുൻ പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ. ഇതിന്റെ ഉദാഹരണമാണ് തമിഴ്നാട്ടിൽ വോട്ട് ചെയ്ത സ്ത്രീ ചെമ്മണ്ണാറിൽ വീണ്ടും വോട്ട് ചെയ്യാനെത്തിയത്. അവരെ UDF പ്രവർത്തകർ വോട്ട് ചെയ്യിപ്പിക്കാൻ അനുവദിച്ചില്ല. നാരങ്ങ മുക്കി കയ്യിലെ മഷി മായ്ക്കാൻ ശ്രമിച്ചാണ് പലരും വോട്ട് ചെയ്യാനെത്തിയത്. സംഭവം ചൂണ്ടിക്കാട്ടി ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുമെന്നും ഇബ്രാഹിം കുട്ടി കല്ലാർ പറഞ്ഞു. വളരെ കുൽസിതമായിട്ടുള്ള ശ്രമങ്ങളിലൂടെ വോട്ട് സമാഹരിക്കാനുള്ള ഇടതുമുന്നണിയുടെ ചില ശ്രമങ്ങൾ, ഉദാഹരണത്തിന് ചെമ്മണ്ണാറിൽ ഈ പറയുന്നത് പോലെ വോട്ടിൻ്റെ രേഖ മായ്ക്കാതെ വന്ന, തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ട് വന്ന ഒരു സ്ത്രീയെ അവിടെ UDFൻ്റെ പ്രവർത്തകർ ചലഞ്ച് ചെയ്ത് നിർത്തുകയുണ്ടായി. വോട്ട് ചെയ്യിക്കാൻ അനുവദിക്കാതെ നിർത്തുന്ന സാഹചര്യമുണ്ടായി. വ്യാപകമായി ചെറുനാരങ്ങ കയ്യിൽ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇത് നാരങ്ങയുടെ ആ നീര് മുക്കി കയ്യിലെ മഷി കളഞ്ഞിട്ടാണ്
പല സ്ഥലത്തും വന്നിട്ടുള്ളത് എന്നാണ്. ഞങ്ങൾ എന്തായാലും ഇത് കാണിച്ച് ഇലക്ഷൻ കമ്മീഷന് വ്യക്തമായിട്ടുള്ള പരാതി കൊടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും കുൽസിത മാർഗത്തിലൂടെ വിജയിപ്പിക്കാം എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ മൗഢ്യമാർന്നിട്ടുള്ള തീരുമാനമാണ് ഈ തരുണത്തിൽ മനസ്സിലാവുന്നത്. ഇടുക്കിയിൽ ജോയ്സ് ജോർജിന്റെ വിജയം ഉറപ്പാക്കുന്ന വിധമാണ് പോളിംഗ് നടന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. നിശ്ചയമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലും വിജയിക്കുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് ഉടുമ്പൻചോല MLA MM മണിയും പറഞ്ഞു. ജോയ്സ് ജോർജ് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ വ്യക്തമാക്കി. നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും സജീവമായ ജാഗ്രതയും ചിന്തയും ഉണർത്തുന്നൊരു സമൂഹം ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ മുതൽ നടക്കുന്ന പോളിംഗിൽ കണ്ടുവന്നിരിക്കുന്ന ഒരു പ്രത്യേകത. എല്ലാ ബൂത്തിലും തന്നെ നല്ല തിരക്കുണ്ട്. കഴിയുന്നത്ര ആൾക്കാരെല്ലാം വളരെ സജീവമായ രംഗത്ത് വോട്ട് രേഖപ്പെടുത്തുന്ന ചിത്രമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ജോയ്സ് ജോർജ് അനായാസം വിജയിക്കും എന്ന വാക്കാണ് ഉപയോഗിക്കാൻ കാരണം നമ്മുടെ നാടിൻ്റെ അത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ആ ഘട്ടങ്ങളിലുണ്ടായ മാറ്റങ്ങൾ ജനങ്ങൾക്ക് എക്കാലവും വിസ്മരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഓർത്തിരിക്കാൻ പാകമാക്കി ജനകീയമായ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ജോയ്സ് ജോർജിന് തന്നെ വോട്ട് രേഖപ്പെടുത്തി. നിശ്ചയമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ നിന്നല്ല കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന മണ്ഡലം ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ്. പൊതുവിൽ മനസ്സിലാക്കിയിടത്തോളം ഈ പ്രാവശ്യം ജോയ്സ് ജോർജ് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പീരുമേട് മണ്ഡലത്തിലും ഉടുമ്പൻചോലയിലും ദേവികുളത്തും ഇടുക്കിയിലും കോതമംഗലത്തുമെല്ലാം വളരെ വ്യക്തമായ ലീഡ് അദ്ദേഹത്തിന് നേടിയെടുക്കുവാൻ കഴിയും. എന്തിന് മൂവാറ്റുപുഴയിലും അതേപോലെ തന്നെ തൊടുപുഴയിലും പോലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട സ്ഥിതിയാണ് സംജാതമായിട്ടുള്ളത്. ഇടുക്കിയും കോട്ടയം ഉൾപ്പെടെ 20 സീറ്റിലും UDF വിജയിക്കുമെന്ന് MLA PJ ജോസഫ്. ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ആവേശകരമായ പ്രതികരണമാണ് ലഭിച്ചതെന്ന് ACC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷം നേടാൻ കഴിയുമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും പ്രതികരിച്ചു. ഇടുക്കിയും കോട്ടയം ഉൾപ്പെടെ 20 സീറ്റും ജയിക്കുമെന്ന് എൻ്റെ പ്രതീക്ഷ. ഫ്രാൻസിസ് ജോർജ് നല്ല ഭൂരിപക്ഷം ചെയ്യും. ഇടുക്കി പാർലമെൻറ്റ് യോഗത്തിൽ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയം ആവർത്തിക്കും. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വളരെ ആവേശകരമായ പ്രതികരണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ 20 പാർലമെൻറ്റ് യോഗങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കും. രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ വർഷം 4,35,000 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു. ഇപ്രാവശ്യം 5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നതാണ് വിലയിരുത്തൽ. ഞാൻ കഴിഞ്ഞ 20 ദിവസമായി വയനാട് പാർലമെൻറ്റ് യോഗങ്ങളുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുണ്ട്. ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷം നേടാൻ തന്നെ കഴിയും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,71,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഡീൻ കുര്യാക്കോസ് ജയിച്ചത് എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് നമ്മുടെ ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ നിലനിൽക്കുന്നത്. ഇടുക്കി രൂപതാമെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ കരിമ്പൻ മണിപ്പാറ സ്കൂളിലെ 73-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ തന്നെ ബൂത്തിലെത്തിയ മെത്രാൻ മറ്റു വോട്ടർമാർക്കൊപ്പം ക്യൂവിൽ നിന്നാണ് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. ഓരോരുത്തരും അവരവരുടെ സമ്മതിദാനാവകാശം കൃത്യമായി രേഖപ്പെടുത്തണമെന്നും നാടിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾ ഉണ്ടാവണമെന്നും മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. അവർക്ക് ഏറ്റവും അനുയോജ്യരായ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അറിവ് അവർക്കുണ്ട്. ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുന്ന, ജനാധിപത്യം സംരക്ഷിക്കുന്ന, രാജ്യത്തിൻ്റെ വികസനത്തിലേക്ക് നയിക്കുന്ന അതുപോലെ ഇടുക്കിയിലാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ ശക്തരായ ആളുകളെ ജനങ്ങൾ തിരഞ്ഞെടുക്കും. അതിനുള്ള പക്വത ജനങ്ങൾ കാണിക്കും. ഈ വന്യമൃഗാക്രമണങ്ങളൊക്കെ നമ്മൾ സർക്കാരിനെതിരെ വലിയ സമരങ്ങളൊക്കെ നടത്തുകയാണ്. അപ്പോൾ സർക്കാരിനെതിരെ എന്തെങ്കിലും അവരുടെ സമരങ്ങൾ സർക്കാരിനെതിരല്ല, ജനകീയ പ്രശ്നങ്ങൾ സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള സമരങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2014 സഭ അതിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെയൊന്നുമില്ല. എല്ലാ സ്ഥാനാർത്ഥികളും നമുക്ക് വേണ്ടപ്പെട്ടവർ.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്ന് ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അവർ അവകാശപ്പെടുന്ന തരത്തിലുള്ള വിജയം ഉണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം വളരെ നല്ല പ്രതീക്ഷയിൽ തന്നെയാണ്. വിജയിക്കാൻ വേണ്ടുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി, നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായി ഇടുക്കിയിലെ ജനങ്ങൾ ചിന്തിക്കും. ഇന്ത്യക്ക് അനുകൂലമായി വോട്ടുകൾ രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഈ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ അവർ അവകാശപ്പെടുന്നത് പോലെ ഒരു ഈസി വാക്ക് ഓവറൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും മടുത്ത ജനങ്ങളാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലുള്ളത് എന്നും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ദേവികുളം മുൻ എം.എൽ.എ. എസ്. രാജേന്ദ്രൻ. ഇടതു സ്ഥാനാർത്ഥിക്കാണ് വിജയസാധ്യത കൂടുതൽ. രാഷ്ട്രീയപരമായ സാഹചര്യം ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. മുൻകാലങ്ങളിൽ കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ ഇടതുപക്ഷത്തിന് അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷയെന്നും എസ്. രാജേന്ദ്രൻ മൂന്നാറിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പറഞ്ഞു. ഇടുക്കിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ള കാര്യത്തിലാണ് ജോയ്സ് ജോർജിനെ വിജയസാധ്യതകൾ കൂടുതലുള്ളത്. രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ എന്തുകൊണ്ടും ആ നിലയിൽ കാണുന്നുണ്ട്. ഒപ്പം ചില നിഷ്പക്ഷകർ എന്ന് കരുതുന്ന, അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നിന്നിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ആളുകളടക്കം മാറി ചിന്തിക്കാൻ അവസരങ്ങളുണ്ട് എന്നുള്ളതാണ് അവരുടെ ഭാവി കാര്യങ്ങൾ. കേരള കോൺഗ്രസിൻ്റെ അടിസ്ഥാനമായ അവരുടെ മാറ്റങ്ങൾ ഇങ്ങനെ ഒരു മതനിരപേക്ഷ എന്ന് കണക്കാക്കുന്ന കാര്യത്തിലും രാഷ്ട്രീയമായ സാമ്പത്തികമായുള്ള ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം കണക്കാക്കി നോക്കുന്ന സന്ദർഭത്തിലും കേരളത്തിൻ്റെതായ മണ്ണിൻ്റെ ഒരു ഗുണം എന്നുള്ള നിലയിൽ ഇടതുപക്ഷം ജയിക്കാനാണ് എല്ലാ നിലയിലും കാണുന്നത്. വോട്ടർമാർക്ക് നൽകിയിരുന്ന സ്ലിപ്പിൽ രേഖപ്പെടുത്തിയ ബൂത്ത് നമ്പർ ആശയക്കുഴപ്പത്തിനിടയാക്കി. കട്ടപ്പന വെട്ടിക്കുഴക്കവല പോളിംഗ് ബൂത്തിൽ എത്തിയവരെയാണ് വെള്ളയാങ്കുടിയിലെ പോളിംഗ് ബൂത്തിലേക്ക് അയച്ചത്. കട്ടപ്പന വെട്ടിക്കുഴക്കവല പോളിംഗ് ബൂത്താണ് സ്ലിപ്പിൽ രേഖപ്പെടുത്തിയിരുന്നതെങ്കിലും ഇവിടെ വോട്ടർമാരെത്തിയപ്പോഴാണ് 172 നമ്പർ ബൂത്ത് വെള്ളയാങ്കുടിയിലാണെന്നറിയുന്നത്. ഇതോടെ പല വോട്ടർമാരും സമ്മതിദാനാവകാശം രേഖപ്പെടുത്താതെ മടങ്ങിയ സാഹചര്യമുണ്ടായി. ഇലക്ഷൻ കമ്മീഷൻ തന്ന സ്ലിപ്പിൻ്റെ അകത്ത് ഇവിടെ ഈ വെട്ടിക്കുഴക്കവല 172 ബൂത്തിലുള്ളവർക്ക് വോട്ട് വെള്ളയാങ്കുടിയിലാണ്. ശരിക്കും ഈ വെട്ടിക്കുഴക്കവല സാംസ്കാരിക നിലയത്തിൽ എന്നാണ് വെച്ചേക്കുന്നത്. അപ്പോൾ 1 മണിക്കൂറും 2 മണിക്കൂറും ക്യൂവിൽ നിന്നേച്ച് ചെല്ലുമ്പോഴാണ് ഈ ഒരു അബദ്ധം മനസ്സിലാക്കുന്നത്. ആൾക്കാർക്ക് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. അത് ഈ തെറ്റ് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് തിരുത്തേണ്ടതായിരുന്നു. ഇതിപ്പോൾ വോട്ടർമാരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 171 ബൂത്തിൽ രാവിലെ അരമണിക്കൂറോളം താമസിച്ചാണ് വോട്ടിംഗ് ആരംഭിച്ചത്. ഇത്രയും സമയം കാത്തുനിന്നതിനു ശേഷം നിരവധി പേർ വോട്ട് ചെയ്യാൻ ഹാളിൽ കയറിയപ്പോഴാണ് പോളിംഗ് ബൂത്ത് മാറിയ വിവരം അറിയുന്നത്. ജനങ്ങളുടെ പരാതിയെ തുടർന്ന് പോലീസിന്റെ സഹായത്തോടെ ഇലക്ഷൻ കമ്മീഷനെ വിവരവും അറിയിച്ചിട്ടുണ്ട്. അയ്യപ്പൻകോവിൽ ഉപ്പതറ മേഖലയിൽ വോട്ടെടുപ്പ് പൂർണ്ണം. രാവിലെ മുതൽക്ക് തന്നെ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തുകളിലെത്തിയ ആളുകളുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട LP സ്കൂളിലും മേരികുളം ഹൈസ്കൂളിലുമായിട്ടാണ് പൊതുജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമൊരുക്കിയിരുന്നത്. ഉപ്പതറ സെന്റ് ഫിലോമിന സ്കൂളിലും സൗകര്യമൊരുക്കിയിരുന്നു. രാവിലെ മുതൽക്കേ വിവിധ പോളിംഗ് ബൂത്തുകളുടെ മുമ്പിൽ നീണ്ട നിരയാണ് ദൃശ്യമായത്. ഉപ്പതറ അയ്യപ്പൻകോവിൽ മേഖലകളിൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജെറോം സ്കൂളിൽ ഒരുക്കിയിരുന്ന 2 പോളിംഗ് ബൂത്തുകൾ നിയന്ത്രിച്ചത് വനിതാ പോളിംഗ് ഉദ്യോഗസ്ഥർ. ജില്ലയിൽ വനിതാ ഉദ്യോഗസ്ഥർ നിയന്ത്രിച്ച 48 പിങ്ക് ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. സ്ത്രീ പ്രാതിനിധ്യം കൂടുതലുള്ള പോളിംഗ് ബൂത്തുകളാണ് വനിതാ സൗഹൃദ പോളിംഗ് ബൂത്തുകൾ അല്ലെങ്കിൽ പിങ്ക് ബൂത്തുകളായി കണക്കാക്കുന്നത്. പോളിംഗ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ വനിതകളായിരിക്കും. ആകെ 709 വോട്ടുകളുള്ള വെള്ളയാങ്കുടി 169 നമ്പർ പിങ്ക് ബൂത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ സുമി കെ മുഹമ്മദ് ആയിരുന്നു. പോളിംഗ് ഓഫീസർമാരായി അനുമോൾ രാജൻ, രാഖി രാഘവൻ, സൗമ്യ അരവിന്ദ്, BLO സിനിമോൾ PT, സ്പെഷ്യൽ പോലീസ് ഓഫീസർ അന്നമ്മ ബിനോയി, ഹരിതകർമ്മ സേനാംഗം ഗീതമ്മ സുരേഷ് എന്നിവരാണ് പോളിംഗ് ബൂത്തിലുണ്ടായിരുന്നത്. ഞങ്ങളുടെ ബൂത്ത് 169. ഞങ്ങളുടെ ബൂത്ത് പിങ്ക് ബൂത്താണ്. ഈ ബൂത്തിൽ ഞങ്ങൾ 4 ലേഡീസ് പോളിംഗ് ഓഫീഷ്യൽസും അതുപോലെ SHOയും ഞങ്ങൾക്ക് ലേഡി തന്നെയാണ്. അപ്പോൾ മൊത്തത്തിൽ ഇതൊരു
പിങ്ക് ബൂത്ത് തന്നെയാണ്. ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു. ഇത് ശരിക്കും പല സ്ഥലങ്ങളിൽ വന്ന ഞങ്ങൾ 4 പേര് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നു. ആകെ 977 വോട്ടുകളുള്ള 166 ബൂത്തിൽ PRO ആയി ബെസി മാത്യു, പോളിംഗ് ഓഫീസർമാരായി റജീന ജോർജ്, ബീന മാണി, ഏലിയാമ്മ PE എന്നിവരും BLO സരിത ബാബു, ആശ VR, രജിഷ വിജയകുമാർ എന്നിവരുമാണ് ഉണ്ടായിരുന്നത്. കൂടാതെ ഓരോ മണ്ഡലത്തിലും 1 വീതം 5 മാതൃകാ ഹരിത ബൂത്തുകൾ സജ്ജീകരിച്ചിരുന്നു. പ്രകൃതി സൗഹാർദ്ദ തിരഞ്ഞെടുപ്പിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനാണ് ഹരിത മാതൃകാ ബൂത്തുകൾ ഒരുക്കിയത്. കട്ടപ്പന നഗരസഭയിലെ ഏക മാതൃകാ പോളിംഗ് സ്റ്റേഷൻ ഒരുക്കിയിരുന്നത് കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിൽ. 186 ബൂത്താണ് സൗഹൃദപരമായി അലങ്കരിച്ചുകൊണ്ടും വിവിധ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും സജ്ജമാക്കിയത്. കട്ടപ്പന നഗരസഭയിൽ 186 ബൂത്താണ് മാതൃകാ പോളിംഗ് ബൂത്തായി സജ്ജമാക്കിയത്. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ബൂത്ത് ക്രമീകരിച്ചത്. വിവിധ അലങ്കാര വസ്തുക്കളും വിവിധ സൗഹൃദ ബോർഡുകളും ചുമരുകളിൽ സ്ഥാപിച്ചുകൊണ്ടാണ് ബൂത്ത് ഒരുക്കിയിരുന്നത്. പോളിംഗ് ബൂത്തിൽ എത്തുന്നവർക്കായി വിശ്രമിക്കാൻ തണൽ ഇടങ്ങളും കുടിവെള്ളവും ഒരുക്കിയിരുന്നു. കൂടാതെ കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്ന അമ്മമാർക്കായി ഫീഡിംഗ് റൂമുകളും മറ്റു സൗകര്യങ്ങളും ഒരുക്കി. ബൂത്തിന്റെ ചുറ്റുപാടുകൾ അലങ്കാര ചെടികളും തോരണങ്ങളാലും സൗന്ദര്യവൽക്കരിച്ചാണ് സമ്മതിദായകരെ സ്വാഗതം ചെയ്തത്. കട്ടപ്പന വില്ലേജ് ഓഫീസറുടെ മേൽനോട്ടത്തിലായിരുന്നു ബൂത്തിന്റെ പ്രവർത്തനം. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സേനാപതി പഞ്ചായത്ത് സെക്രട്ടറിയോടൊപ്പം ഫ്ലൈയിംഗ് സ്ക്വാഡിൽ ഡ്യൂട്ടിക്കായി നിയമിച്ചിരുന്ന രാജാക്കാട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സുഭാഷ് കുമാർ കഴിഞ്ഞ ദിവസം മുതൽ ഡ്യൂട്ടിയിൽ ഹാജരായില്ല. ഇതോടെ ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. മൂന്നാറിലെ ജനവാസ മേഖലയിൽ കടുവയിറങ്ങി. കന്നിമല ടോപ്പ് ഡിവിഷനിൽ കടുവയിറങ്ങിയതായാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം. കഴിഞ്ഞ ദിവസം ഇവിടെ പശു കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. മൂന്നാർ കന്നിമല ടോപ്പ് ഡിവിഷനിലെ ജനവാസ മേഖലയിൽ കടുവയിറങ്ങിയതായാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം. എസ്റ്റേറ്റിന് സമീപത്തെ തേയിലക്കാട്ടിൽ 3 കടുവകളെ തൊഴിലാളികൾ കണ്ടതായി പറയപ്പെടുന്നു. ഇതിന്റെ ചിത്രങ്ങൾ തൊഴിലാളികൾ മൊബൈൽ ക്യാമറയിൽ പകർത്തി. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ പശുവിനെ ആക്രമിച്ചു കൊന്നിരുന്നു. പശുവിനൊപ്പം ഉണ്ടായിരുന്ന കിടാവിനെ കാണാതായതായും ഉടമ പറഞ്ഞു. ഈ പശുകിടാവിനായി തൊഴിലാളികൾ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് കൂടുതൽ കടുവകളെ തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കൂടുതൽ കടുവകളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രദേശത്തെ തൊഴിലാളികൾ ഭീതിയിലായിരിക്കുകയാണ്. വന്യമൃഗശല്യം രൂക്ഷമാകുന്നതിനോടൊപ്പം വഴിവിളക്കുകളുടെ അഭാവവും കാഞ്ചിയാർ മറ്റപ്പള്ളിക്കവല സ്വദേശികളെ ആശങ്കയിലാക്കുന്നു. കഴിഞ്ഞ ദിവസം പകൽ സമയത്ത് പോലും ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുകയും ഭീതി ജനിപ്പിക്കുകയും ചെയ്തിരുന്നു. മേഖലയിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഏപ്രിൽ 6-ാം തീയതിയാണ് കാഞ്ചിയാർ മറ്റപ്പള്ളിക്കവലയിൽ ഭീതി വിതച്ച് പകൽ സമയത്ത് ജനവാസ മേഖലയിൽ കാട്ടാന എത്തിയത്. അന്നു മുതൽ മേഖലയിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നതാണ്. എന്നാൽ വാഗ്ദാനങ്ങൾ ഉണ്ടായതല്ലാതെ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇവിടെ ഒരു ലൈറ്റ് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ഭയങ്കരമായിട്ട് ഇരുട്ടാണ്. അവിടെ എന്തെങ്കിലും മൃഗങ്ങൾ കയറി വന്നാൽ പോലും കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. സന്ധ്യ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കയറിയ ഇരുട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ രാത്രിയാകുന്നതോടെ വഴിവിളക്കുകളുടെ അഭാവത്തിൽ കൂറ്റാക്കൂർ ഇരുട്ടിലാണ് മേഖല. മറ്റപ്പള്ളിക്കവലയുടെ വിവിധയിടങ്ങളിൽ വഴിവിളക്കുകൾ ഉണ്ടെങ്കിലും വന്യമൃഗ സാന്നിധ്യം സ്ഥിരമായിട്ടുള്ള ഭാഗങ്ങളിൽ വഴിവിളക്കുകൾ ഇല്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ആന കയറി ഇറങ്ങിപ്പോയ സ്ഥലമാണിത്. ഇതുവരെ അതിനെക്കുറിച്ച് ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഇതിലെ നടന്നു പോകുന്നതാണ്. പന്ത് കളിക്കാനായിട്ടും അല്ലാതൊക്കെ പോകുന്നതും. പിന്നെ വെള്ളം താഴെയാണ്, കൂപ്പിൽ നിന്നൊക്കെയാണ് കുടിവെള്ളം കോരുന്നത്. അതിനുവേണ്ടി പെണ്ണുങ്ങളും കുഞ്ഞുപിള്ളേരും എല്ലാം കുളിക്കാനും നനയ്ക്കാനും എല്ലാം ആയിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. പക്ഷെ ഇതുവരെ ഇതിനെക്കുറിച്ചൊരു തീരുമാനം ഉണ്ടാവുക ഒന്നുമില്ല. ഇന്നും ഈ മേളിൽ ആനയുണ്ട്. ഈ മേൽഭാഗത്ത് 3 എണ്ണം വന്നിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊരു ഇതുവരെ ഒരു തീരുമാനം ഉണ്ടാവുക, ഇതിന് കുറച്ചുപേരെ അന്ന് വന്നേച്ച് പോയതല്ലാതെ അത് കഴിഞ്ഞ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടോ ഒന്നുമില്ല. ഇത് ഇങ്ങോട്ട് വന്ന് കയറുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഈ വീടൊക്കെ എന്ന് പറഞ്ഞാൽ തൊട്ട് വയസ്സടിയിരിക്കുന്നത്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഞങ്ങളിവിടെ കഴിഞ്ഞത്. വളരെ പേടിച്ച് ആണ്. ഈ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തോട്ടിറങ്ങാൻ പാടാണ്. സ്ഥലം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ലൈറ്റ് പോലും ഇല്ല, വഴി വിളക്ക്. മുൻപ് കാട്ടാന ഇറങ്ങിയ ഭാഗത്ത് ആനത്താരയുണ്ട്.
അതുകൊണ്ട് തന്നെ ഏതു സമയവും ഇവിടെ കാട്ടാനയെത്തും. വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി മടങ്ങിയതല്ലാതെ വിഷയത്തിൽ പരിഹാരം കണ്ടെത്തിയിരുന്നില്ല. കുടിവെള്ളക്ഷാമം രൂക്ഷമായ മേഖലയിൽ ജലം ശേഖരിക്കാൻ വനാതിർത്തിയോട് ചേർന്നുള്ള ഒലിയിലാണ് ആളുകൾ പോകുന്നത്. ഈ ഭാഗത്താണ് കാട്ടാനയെത്തുന്നതും. ഇപ്പം ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഇപ്പം വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങളെല്ലാം കഴിയുന്നത്. വയനാട്ടൊക്കെ ഞങ്ങൾക്ക് വഴിവിളക്കില്ല. അതിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് കഴിയുന്നത്. ഈ കുറച്ച് കുഞ്ഞു കൊച്ചുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് സന്ധ്യയായിരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയാണ് സത്യം പറഞ്ഞാൽ. ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച ഏതാനും വഴിവിളക്കുകൾ സമീപത്തുണ്ടെങ്കിലും പലതും മിഴിയടച്ചിരിക്കുകയാണ്. ഒപ്പം ആന സ്ഥിരമായി എത്തുന്ന ഭാഗങ്ങളിൽ വലിയ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മേഖലയിൽ കാട്ടുപന്നി ശല്യവും വാനരശല്യവും രൂക്ഷമായിരിക്കുകയാണ്. വാഹന പരിശോധനയ്ക്കിടെ പോലീസിനെ ബൈക്ക് കൊണ്ട് ഇടിച്ചു തെറിപ്പിച്ച യുവാക്കൾ പിടിയിൽ. ഇരട്ടയാറിലാണ് സംഭവം. കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ CPO മനു പി ജോണിനാണ് പരിക്കേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത 2 പേർ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കട്ടപ്പന പോലീസ് സബ് ഇൻസ്പെക്ടർ NJ സുനീഖിന്റെ നേതൃത്വത്തിൽ ഇരട്ടിയാറിൽ വാഹന പരിശോധന നടന്നുവരികയായിരുന്നു. ഇതിനിടെയാണ് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത 2 ബൈക്കുകളിലായി 3 പേർ ഇരട്ടയാർ തുളസിപ്പാറ റോഡിലൂടെ അമിത വേഗതയിലെത്തിയത്. വാഹനം നിർത്താൻ പോലീസുകാർ കൈകാണിച്ചെങ്കിലും ഇടിച്ചു തെറിപ്പിക്കട അവനെയെന്ന് ആക്രോശിച്ചുകൊണ്ട് ബൈക്കുമായി ഇവർ പായുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പോലീസ് സംഘത്തിലുണ്ടായിരുന്ന മനു പി ജോണിനെ ഇടിച്ചു തെറിപ്പിച്ചാണ് ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. മനുവിന്റെ 2 കൈകൾക്കും കാലിനും പരിക്കേറ്റു. സംഘത്തിലുണ്ടായിരുന്ന ഒരാളെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് പിടികൂടി. മറ്റു 2 പേർ ഇരട്ടയാർ ടൗണിൽ വെച്ചാണ് പിടിയിലായത്. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനങ്ങളിൽ യുവാക്കൾ പലയിടങ്ങളിലും കറങ്ങി നടക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് പരിശോധന നടത്തുന്നതിനിടെയാണ് 3 പേർ സംഘം പിടിയിലായത്. ഇതിൽ 2 പേർ പ്രായപൂർത്തിയാകാത്തവരും ഒരാൾ 18 വയസ്സുകാരനുമാണ്. മുമ്പ് കട്ടപ്പന TB ജംഗ്ഷനിൽ വെച്ച് കട്ടപ്പന SIയെ ബൈക്ക് ഇടിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി സഞ്ചരിച്ചിരുന്ന ബൈക്കിന്റെ ഉടമയാണ് നിലവിൽ പിടിയിലായവരിൽ ഒരാൾ. ദേവികുളം ഇരച്ചിൽപ്പാറയ്ക്ക് സമീപം ദേശീയപാതയോരത്ത് മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നതായി പരാതി. മാലിന്യ നിക്ഷേപം വർദ്ധിച്ചതോടെ സമീപത്തോടു ഒഴുകുന്ന നീർച്ചാലും മാലിന്യം കൊണ്ട് നിറയുന്ന സ്ഥിതിയാണ്. ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുമാണ് മാലിന്യം അധികവും നിക്ഷേപിക്കുന്നതെന്ന പരാതിയും ഉയരുന്നുണ്ട്. മൂന്നാർ അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ മാലിന്യമുക്തമാക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകവെയാണ് ദേശീയപാതയോരത്ത് ഇങ്ങനെ മാലിന്യം കുമിയുന്നത്. ദേവികുളം ഇരച്ചിൽപ്പാറയ്ക്ക് സമീപമാണ് പാതയോരത്ത് വലിയ തോതിൽ മാലിന്യ നിക്ഷേപം നടക്കുന്നത്. ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുമാണ് മാലിന്യം അധികവും നിക്ഷേപിക്കപ്പെടുന്നതെന്ന പരാതിയും ഉയരുന്നുണ്ട്. ഇത് ரொம்ப நாளா அவங்க ராத்திரில கொண்டு வந்து தட்டறனால நமக்கு ஒன்றும் தெரியாது. நாங்கள் எங்கள் வேஸ்ட்டு ஒத்த வேஸ்ட்டு கீழே வராது. நாங்கள் அங்கே வச்சுருவோம், இல்லைன்னா மேலே கூண்டில் கொண்டு வச்சுருவோம். எல்லா ரெசார்ட்டும் அங்கிட்டிருந்து வருதா இல்லைன்னா தேவகுலம் ரெசார்ட்லேருந்து வருதா என்னன்னு இப்போ நம்ம அந்த வேஸ்ட்டு எடுத்து பார்த்தோம்னா அதில் ஒரு அட்ரஸ் இருக்கும், கண்டுபிடிச்சிடலாம். எனக்கா ஒரு தடவை நம்ம எடுத்துக்கொண்டு മാലിന്യ നിക്ഷേപം നടക്കുന്നതിന് സമീപം ഒരു നീർച്ചാലുണ്ട്. ഈ നീർച്ചാലും മാലിന്യം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. രാത്രിയുടെ മറവ് പറ്റി മാലിന്യം നിക്ഷേപിച്ച് പോകുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പ്രദേശത്ത് നടക്കുന്ന മാലിന്യ നിക്ഷേപത്തിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ പ്രവണത തുടരുമെന്നും സമീപവാസികൾ പറയുന്നു. വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിനെ മാലിന്യമുക്തമാക്കാനുള്ള നടപടികളുമായി പഞ്ചായത്തുകൾ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇനിയും ഇതിനോട് സഹകരിക്കാത്ത സമീപനം ഒരു വിഭാഗം ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത്. കട്ടപ്പന വള്ളക്കടവിൽ കൃഷിയിടത്തിൽ തീ പടർന്ന് നാശനഷ്ടം. 100ഓളം ഏലച്ചെടികളും കുരുമുളക് ചെടികളും കത്തിനശിച്ചു. വള്ളക്കടവ് വലിയ വീട്ടിൽ പ്രകാശിന്റെ വിളകളാണ് അഗ്നിക്കിരയായത്. അയൽവാസിയുടെ പുരയിടത്തിൽ കത്തിച്ച മാലിന്യത്തിൽ നിന്ന് വള്ളക്കടവ് വലിയ വീട്ടിൽ പ്രകാശിന്റെ പറമ്പിലെ ഏലച്ചെടികളിലേക്ക് തീ പടരുകയായിരുന്നു. 100ഓളം ഏലച്ചെടികളും കുരുമുളക് ചെടികളും അഗ്നിക്കിരയായി. അയൽവാസിയും സ്ഥലമുടമയും ചേർന്ന് തീ അണയ്ക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് കട്ടപ്പന അഗ്നിശമന സേനയിൽ വിവരമറിയിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥരെത്തി ഫയർ ബ്രേക്കറും ഫയർ ബീറ്റും ഉപയോഗിച്ച് തീ അണയ്ക്കുകയായിരുന്നുവെന്ന് സ്ഥലം ഉടമ പ്രകാശ് പറഞ്ഞു. വൈഫാണ് ആദ്യമേ കണ്ടത്. ഈ പുറകുടന്ന് പൊട്ടൽ സൗണ്ട് കേട്ടോണ്ട് നോക്കിയപ്പോഴത്തേക്കിനും തീയാളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. നഷ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ പെട്ടെന്ന് പറയുന്ന ഒരു 100 ചെടിയോളം ഉണ്ട്. അതുപോലെ ആദായം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വിളകളല്ലേ, അതുപോലെ 10-20 കൊടി, അത് ഉയർന്ന കൊടി ഉണ്ടായിരുന്നു. ഈ വർഷം തന്നെ 10 കിലോത്തിന് മുകളിൽ മുളക് കിട്ടിയിട്ടുള്ള കൊടിയാണ്. കടുത്ത വേനലിൽ ഉണക്കുള്ള ഏലത്തോട്ടങ്ങളിൽ തീപിടിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ഉടമകൾ ജാഗ്രത പാലിക്കണമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. അടിമാലി അപ്സരാക്കുന്ന് തലമാലി റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കൊടുംവളവിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴി അപകട സാധ്യത ഉയർത്തുന്നു. കുത്തനെ കയറ്റവും കൊടുംവളവും വീതി കുറവുമുള്ള ഈ ഭാഗത്ത് വലിയ കുഴി കൂടി രൂപപ്പെട്ടതോടെ വാഹനം ഓടിക്കുക ദുഷ്കരമായി കഴിഞ്ഞു.
കുഴി അടയ്ക്കുകയും അപകട സാധ്യത ഒഴിവാക്കുകയും വേണമെന്നാണ് ആവശ്യം. അടിമാലിയിൽ നിന്നും കുരങ്ങാട്ടി, പീച്ചാട്, മാങ്കുളം മേഖലകളിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റോഡാണ് അടിമാലി അപ്സരക്കുന്ന് തലമാലി റോഡ്. ഈ റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപമാണ് അപകട സാധ്യതയേറെയുള്ള കുത്തനെയുള്ള കയറ്റവും കൊടും വളവുമുള്ളത്. ഇതിനൊപ്പമാണിപ്പോൾ ഈ ഭാഗത്ത് റോഡിൽ വലിയ കുഴി കൂടി രൂപം കൊണ്ടിട്ടുള്ളത്. ഇതോടെ ഈ വളവിലൂടെയുള്ള വാഹന ഗതാഗതം കൂടുതൽ ദുഷ്കരമായി. വളവിലെ കുഴി അടയ്ക്കുകയും അപകട സാധ്യത ഒഴിവാക്കുകയും വേണമെന്നാണ് ആവശ്യം. ഡെയിലി 100 കണക്കിന് ആളുകളെ വെച്ചിട്ട് 100 കണക്കിന് വണ്ടികൾ വേണ്ട സ്ഥലം ഇതുവരെയായിട്ട് അതിൻ്റെ കുഴി നിർത്താനോ ഒന്നും പഞ്ചായത്തിന് ഭാഗത്തുനിന്ന് തീരുമാനമില്ല. എത്ര എന്തെങ്കിലും അപകടം നടന്നു കഴിയുമ്പോൾ മാത്രമാണ് ഇത് ശ്രദ്ധിക്കുള്ളൂ. എത്രയും വേഗം കുഴിയെടുക്കാനുള്ള സംവിധാനങ്ങൾ അധികാരികൾ സ്വീകരിക്കണമെന്ന് മുമ്പ് പാതയുടെ പല ഭാഗത്തും വീതി വർദ്ധിപ്പിക്കൽ ജോലികൾ നടത്തിയിരുന്നു. ഇതോടെ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു. അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. കൊടും വളവും കുത്തനെയുള്ള കയറ്റവും മൂലം വഴി പരിചിതമല്ലാതെ എത്തുന്ന വാഹനയാത്രികർ ഈ അപകട വളവിൽ എത്തുമ്പോൾ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യവുമുണ്ട്. വളവിൽ റോഡിന്റെ വീതിക്കുറവും വെല്ലുവിളിയാകുന്നു. എസ് ആകൃതിയിലുള്ള വളവിന്റെ ഈ ഭാഗത്ത് കയറ്റവും വളവും കുറച്ച് വീതി വർദ്ധിപ്പിക്കുകയും അപകട സാധ്യത കുറയ്ക്കാൻ റോഡിന്റെ ഒരു ഭാഗത്ത് സുരക്ഷാ ഭിത്തി നിർമ്മിക്കുകയും വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഇടുക്കിയിലെ ഒരു കൂട്ടം കലാകാരന്മാർ അഭിനയ മികവ് കാഴ്ചവെച്ച 5ാം വേദം എന്ന ചലച്ചിത്രം തിയേറ്ററുകളിലെത്തി. ജില്ലയിൽ കട്ടപ്പനയിലും തൊടുപുഴയിലുമാണ് പ്രദർശനമുള്ളത്. ഇടുക്കിയിലെ 10ഓളം കലാകാരന്മാർ മുഖ്യ വേഷങ്ങളിൽ എത്തുന്ന ചലച്ചിത്രമാണ് 5ാം വേദം. നവാഗതനായ മുജീബ് ടി മുഹമ്മദ് കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. TM പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഹബീബ് അബൂബക്കറാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സാഗർ അയ്യപ്പനാണ് ഛായാഗ്രഹണം. ഏറെ ദുരൂഹതകൾ നിറഞ്ഞ കഥാസന്ദർഭങ്ങളിലൂടെ കടന്നുപോകുന്ന ചിത്രമാണ് 5ാം വേദം. കട്ടപ്പനയിലെ മലയോര പ്രദേശങ്ങളിലായാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. മുസ്ലിം സമുദായത്തിലെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഭവ വികാസങ്ങളിലൂടെ ത്രില്ലിംഗ് ദൃശ്യാനുഭവം കാഴ്ചവെക്കുന്ന ചിത്രമാണിതെന്ന് പ്രേക്ഷകർ പറയുന്നു. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ. ഇത്രയും പ്രതീക്ഷയില്ല. പുതുമോളെ വെച്ചുകൊണ്ട് ഇത്രയും നല്ലൊരു സിനിമ, ഇപ്പോഴത്തെ സിനിമകളോട് ഇടപെടിക്കാവുന്ന ഒരു സിനിമ, അത്രയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തിന് ശേഷം വലിയ ജനപിന്തുണയാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ തൊടുപുഴയിലും കട്ടപ്പനയിലുമാണ് പ്രദർശനമുള്ളത്. ഒരു കുടുംബചിത്രമാണ് 5ാം വേദം സിനിമ. ഇതിനകത്ത് ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന മുജീബിക്ക, അതോടൊപ്പം തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള കോട്ടകട്ടുള്ള ഇവിടെ ബിനീഷ് സാറ്, ഇവരുടെയൊക്കെ അഹോരാത്രമുള്ള കഷ്ടപ്പാടിൻ്റെ ഫലം കിട്ടി. അതിൻ്റെ അകത്തൊക്കെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ, കട്ടപ്പനക്കാരെപ്പോലുള്ള ആളുകളെ അതിനകത്ത് അഭിനയിക്കാൻ വിളിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. വെള്ളിലാങ്കണ്ടം, പടുക, കൊച്ചുതോവാള, പുറ്റടി എന്നിവിടങ്ങൾ പ്രധാന ലൊക്കേഷനുകളായിരുന്നു. പ്രേക്ഷകർ കുടുംബചിത്രമായി ഏറ്റെടുക്കുന്ന പ്രതീക്ഷയാണ് അണിയറ പ്രവർത്തകർക്കുള്ളത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഓഫീസുകൾ പലത് കയറിയിറങ്ങിയിട്ടും ഇനിയും വീട്ടിൽ വൈദ്യുതി എത്താത്തതിന്റെ പ്രയാസമനുഭവിക്കുകയാണ് ഒരു വയോധിക. മൂന്നാർ പോലീസ് സ്റ്റേഷൻ സമീപം താമസിക്കുന്ന ധനഭാഗ്യമാണ് ഇന്നും വീട്ടിൽ വൈദ്യുതി എത്താത്തതിന്റെ ദുരിതം അനുഭവിക്കുന്നത്. കനിയേണ്ടവർ കണ്ണു തുറക്കാതെ വന്നതോടെ ഒറ്റമുറി വീട്ടിൽ സോളാർ വെളിച്ചമാണ് ധനഭാഗ്യത്തിന്റെ ഇപ്പോഴത്തെ ആശ്രയം. 70 വയസ്സിലധികം പ്രായമുള്ള ധനഭാഗ്യം 30 വർഷത്തോളമായി മൂന്നാറിൽ താമസം ആരംഭിച്ചിട്ട ഒറ്റമുറി വീട്ടിൽ തനിച്ചാണ് താമസം. മക്കളെല്ലാം വിവാഹിതരായി തമിഴ്നാട്ടിലാണ്. സ്വന്തമായുള്ള വീട്ടിൽ വൈദ്യുതി എത്തണമെന്നാണ് ഈ വയോധികയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ആവതുള്ള കാലത്ത് വൈദ്യുതി കിട്ടാനായി ഓഫീസുകൾ പലത് കയറിയിറങ്ങി. ഫലം നിരാശ മാത്രമായിരുന്നു. ഇന്നിപ്പോൾ ഓഫീസുകൾ കയറിയിറങ്ങാനുള്ള ആവത് ധനഭാഗ്യത്തിനില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ വൈദ്യുതി എത്തുകയെന്ന മോഹം ധനഭാഗ്യം ഉപേക്ഷിച്ചു കഴിഞ്ഞു. കപ്പിളിക വർക്ക്ഷോപ്പിൽ കൊടുത്തുക. വർക്ക്ഷോപ്പിൽ ഊനി ഓഫീസിൽ കൊടുത്ത്, ഊനി ഓഫീസിൽ വായിട്ട് വന്ന് இந்த ஊனி ஆஃபீஸில் கொடுத்து அவ இப்போ ஸ்டேஷனுக்கு போலீஸ் ஸ்டேஷனுக்கு போச்சாங்க. எனக்கு காலம் நடக்க முடியாது. போலீஸ் ஸ்டேஷனுக்கு போய் அங்கே போய் எழுதி வாங்கிட்டு வர சொல்கிறான். 3 ஆஃபீஸில் கொண்டு போய் எழுதி கொடுத்துருக்கு. அங்கே ஒர்க் ஷாப்பில் எழுதி கொடுத்து, ஒர்க் ஷாப்பில் இந்த ஊனி ஆஃபீஸ் அங்கேருந்து எழுதிட்டு வந்து இங்கே இந்த ஆஃபீஸில் கொடுத்து எதுக்கு கிடையாது. இவர் தேவகுலத்தை போய் சொல்கிறான். சாகிறதுக்குள்ளே எனக்கு கரண்ட் கிடைக்கணும். நாங்கள் சோலார் லைட்டில் தான் இருக்கேன். நடந்தால் தட்டுது, காலும் கை தட்டுது, விழுகுது, அப்படி இருக்குது. எனக்கு சாகிறதுக்குள்ளே கரண்ட்டு நீங்கள் தயவு செஞ்சு கரண்ட் கொடுக்கணும்.
കണക്ഷൻ നൽകുവാനുള്ള ചില രേഖകൾ ഹാജരാക്കണമെന്ന് ബന്ധപ്പെട്ടവർ ആവശ്യം ഉന്നയിക്കുന്നതായി ധനഭാഗ്യം പറയുന്നു. രേഖകൾ സംഘടിപ്പിക്കുവാൻ വീണ്ടും ഓഫീസുകൾ കയറിയിറങ്ങുവാനുള്ള ആവത് ഇപ്പോൾ ധനഭാഗ്യത്തിനില്ല. സോളാർ വെളിച്ചമാണ് ഇപ്പോഴത്തെ ആശ്രയം. പക്ഷേ രാത്രി എത്ര നേരം സോളാർ വെളിച്ചം ചൊരിയുമെന്നതിന് യാതൊരു വ്യക്തതയുമില്ല. ചില ദിവസങ്ങളിൽ നേരത്തെ ലൈറ്റ് അണയും. കണ്ണിന് കാഴ്ചക്കുറവ് കൂടിയുള്ള ധനഭാഗ്യത്തിന് പിന്നീടുള്ള ഇരുട്ട് വലിയ വെല്ലുവിളിയാണ്. വൈദ്യുതി കിട്ടുമെന്ന പ്രതീക്ഷയൊന്നും ഇപ്പോൾ ഈ വയോധികയ്ക്കില്ല. പക്ഷേ വൈദ്യുതി കിട്ടിയാൽ തനിക്കത് വെളിച്ചമാകുമെന്ന ധനഭാഗ്യം പറയുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവസാനം ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 67% പോളിംഗ് നടന്നതായി വിവരം. വോട്ടിംഗ് സമയം കഴിഞ്ഞു. മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. വോട്ടെടുപ്പ് പൂർണ്ണമായപ്പോൾ വിജയസാധ്യത പങ്കുവച്ച് സ്ഥാനാർത്ഥികൾ. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷതയ്ക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുമെന്ന് ജോയ്സ് ജോർജ്. ഇടുക്കിയിൽ മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ്. വലിയൊരു രാഷ്ട്രീയ അനുകൂല സാഹചര്യം ഇടുക്കിയിലുള്ളതായി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചപ്പോൾ ഇടുക്കിയിൽ കള്ളവോട്ട് ആരോപണവും. ചക്കുപള്ളത്ത് കള്ളവോട്ട് ചെയ്യാനെത്തിയ CPM ബ്രാഞ്ച് സെക്രട്ടറിയെ തടഞ്ഞു. തൊടുപുഴ കരിമണ്ണൂർ സ്വദേശികളായ 2 പേരുടെ വോട്ട് മറ്റാരോ ചെയ്തതായി ആരോപണം. കുമ്പപ്പാറയിൽ ആൾമാറാട്ടം നടത്തി വോട്ട് ചെയ്യാനെത്തിയയാളെ പോളിംഗ് ഉദ്യോഗസ്ഥർ പിടികൂടി. മൂന്നാറിലെ ജനവാസ മേഖലയിൽ കടുവയിറങ്ങി. പ്രദേശവാസികൾ നൽകുന്ന വിവരം കന്നിമല ടോപ്പ് ഡിവിഷനിൽ കടുവയിറങ്ങിയതായി. വന്യമൃഗശല്യം രൂക്ഷമാകുന്നതിനൊപ്പം വഴിവിളക്കുകളുടെ അഭാവവും കാഞ്ചാർ മറ്റപ്പള്ളിക്കവല സ്വദേശികളെ ആശങ്കയിലാക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.